എനിക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന പരിമിതമായ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഇന്ന് പകൽ വായിച്ച സങ്കീർത്തനത്തിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുൻപാകെ വെച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 121 സങ്കീർത്തനമാണ് ഇന്ന് പകൽ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി നാം വായിച്ച സങ്കീർത്തനം. അതിൻ്റെ എഴുത്തുകാരനെ കുറിച്ച് അതിൻ്റെ തലക്കെട്ടിൽ നാം ഒന്നും കാണുന്നില്ല. ആരോഹണ ഗീതം എന്ന് മാത്രമാണ് കാണുന്നത്. ആരോഹണ ഗീതം എന്ന് പറയുമ്പോൾ ആരോഹണം ചെയ്യുക, ഉയരത്തിലേക്ക് പോകുക. അവരോഹണം എന്ന് പറയുമ്പോൾ താഴേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ അവരോഹണം എന്നുള്ള ഒരു വാക്ക് കാണുമ്പോഴെല്ലാം ഓർത്തുകൊള്ളണം, ഇത് സങ്കടത്തിൻ്റെയും പരിതാപത്തിൻ്റെയും ഒന്നുമില്ലായ്മയുടെയും സങ്കീർത്തനങ്ങളല്ല. ഉയരത്തിലേക്ക് ആത്മീകമായി ഉയർന്നു പോകുന്ന അനുഗ്രഹത്തിൻ്റെ സങ്കീർത്തനങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് വേണം നാം വായിച്ച് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ. രണ്ടാമത്, ഈ സങ്കീർത്തനങ്ങളെക്കുറിച്ച് നാം വായിക്കുമ്പോൾ ഇത് തീർത്ഥയാത്ര ചെയ്യുന്ന ഈ യാത്രക്കാരുടെ ഒരു പാട്ടാണ്. സ്തോത്രം. എവിടേക്കാണ് ഇവർ യാത്ര ചെയ്യുന്നത്? 84 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവരെല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു എന്നൊരു വാക്യം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ സങ്കീർത്തനം പാടിക്കൊണ്ട് പോകുന്നവരെല്ലാം സിയോനിലേക്ക്, യെരുശലേമിലേക്ക്, ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കടന്നു ചെല്ലുന്നവരാണ്. സ്തോത്രം. അപ്പോൾ ഒരു ദൂത് അതിനകത്ത് നമുക്കുള്ളത്, ദൈവാലയത്തിലേക്ക് വരുമ്പോൾ ഉയർച്ചയുടെയും ഉന്നതിയിലേക്ക് പോകുന്ന ഉയർന്ന അനുഭവത്തിൻ്റെയും പാട്ടുകൾ പാടിക്കൊണ്ട് സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവാലയത്തിലേക്ക് കടന്നു വന്നാൽ ആത്മീക ജീവിതത്തിൽ ശാരീരികമായി മാനസികമായി എല്ലാ തലത്തിലും സ്വർഗം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഇവർ ആലയത്തിലേക്ക് ഈ പാട്ടുകൾ പാടിക്കൊണ്ട് തീർത്ഥയാത്രയായി അല്ലെങ്കിൽ ദൈവത്തെ കാണുവാനായിട്ട് കടന്നു പോകുന്ന സങ്കീർത്തനങ്ങളാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. 1-2 വാക്യങ്ങളാണ് ഞാൻ ചിന്തയ്ക്ക് ആധാരമായിട്ട് എടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിന് മുതൽ 2 വചനങ്ങളെ നമ്മുടെ ധ്യാനത്തിക്ക് ആധാരமாக വാസിക്ക വരുമ്പോഴും അവിടെ നാം വായിക്കുന്നത് മതി. ഇവിടെ നമ്മൾ വായിക്കുകയാണ്, എനക്ക് ഒത്താസை വരും പർവ്വതങ്ങൾക്ക് നേരാக എൻ കൺകളെ ഏറെടുக்கிறேன், വാനത്തെയും ഭൂമിയെയും ഉണ്ടാക്കിന കർത്തരിടത്തിൽ ഇരുന്ന് എനക്ക് ഒത്താസை വരും. I will lift up my eyes unto the hills, from whence comes my help. My help comes from the Lord which made heaven and earth. സ്തോത്രം. ഒരു സ്തോത്രം ചെയ്യുവാൻ കഴിയുമോ? ഹല്ലേലൂയ. മലയാളത്തിൽ ഇത് വായിക്കുമ്പോൾ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു. സ്തോത്രം. ഇവിടുത്തെ ഒരു രസകരമായ കാര്യമെന്ന് ചോദിച്ചാൽ, ആ സങ്കീർത്തനക്കാരൻ സ്വയം പറയുകയാണ്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. ആരും പറഞ്ഞില്ലല്ലോ പർവ്വതങ്ങളിലേക്ക് ഉയർത്താൻ, ആരും കമ്പൽ ചെയ്തില്ലല്ലോ, സ്വയം തീരുമാനിച്ച കാര്യമാണ്. കണ്ണുകൾ ഉയരത്തിലേക്ക് ഉയർത്തിയിട്ട് ഈ സങ്കീർത്തനക്കാരൻ ചോദിക്കുകയാ, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? പ്രൈസ് ദ ലോർഡ്. അപ്പൊ കണ്ണുകൾ ഉയർത്തിയപ്പോൾ ഈ മനുഷ്യൻ എന്തില്ല? കോൺഫിഡൻസ് ഇല്ല, ഒരു നിശ്ചയമില്ല, ഒരു ഉറപ്പില്ല സഹായം കിട്ടുമെന്ന്. പ്രൈസ് ദ ലോർഡ്. പക്ഷേ കണ്ണുകൾ ഉയർത്തിയിട്ട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ശൂന്യതയോടുകൂടെ തിരിച്ചയക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ഇന്ന് പകലിൽ ഏതെങ്കിലും ചോദ്യമായിട്ട്, ഏതെങ്കിലും മനോഭാരമായിട്ട്
ആരെങ്കിലും ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ സങ്കീർത്തനത്തിന്റെ ആരംഭവാക്യത്തിൽ നിന്നുകൊണ്ട് ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഒരു ദൂത് ഇതാണ്. ദൈവത്തിന്റെ പാദപീഠത്തിൽ അവന്റെ മുഖത്തേക്കാണ് നിങ്ങൾ കണ്ണുകൾ ഉയർത്തുന്നതെങ്കിൽ, സ്തോത്രം, മറുപടിയില്ലാത്തൊരു ക്വസ്റ്റ്യനും അവന്റെ സന്നിധിയിൽ ഇല്ല. ഇന്ന് പ്രാപിച്ചുകൊണ്ട് കടന്നു പോകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. മറുപടി ലഭിക്കണമെങ്കിൽ ഈ മനുഷ്യൻ, നമുക്കറിയാമല്ലോ, ഇതൊരു ആരോഹണ ഗീതമാണ്. തീർത്ഥയാത്ര പോകുന്ന യാത്രികൾ പാടുന്ന ഒരു സങ്കീർത്തനമാണ്. അങ്ങനെയാണെങ്കിൽ ആലയത്തിലേക്ക് പോയപ്പോൾ അയൽക്കാരുടെ കുറ്റം പറഞ്ഞുകൊണ്ടല്ല പോയത്, സ്തോത്രം. ഉടുത്ത സാരിയുടെയും ജീൻസിന്റെയും പാന്റിന്റെയും വർണ്ണന പറഞ്ഞുകൊണ്ടല്ല പോയത്. കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയതിന്റെയും TV-യിൽ കണ്ടതിന്റെയും വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടല്ല ദൈവാലയത്തിലേക്ക് പോയത്, സ്തോത്രം. ദൈവത്തിന് സ്തോത്രവും സ്തുതിയും അർപ്പിച്ചുകൊണ്ട് പാട്ടോട് കൂടെ ദൈവാലയത്തിലേക്ക് കടന്നു ചെന്ന തന്റെ ഭക്തന് വേണ്ടി ചോദ്യത്തിന് മറുപടി നൽകുവാൻ ഒരു സ്വർഗം ഇന്ന് പകലിൽ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവജനം, ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയുമെങ്കിൽ അത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്ന് പറയുകയാണ്, വാനത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച അല്ലെങ്കിൽ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് എൻ്റെ സഹായം വരും. കോൺഫിഡൻസ് ഇല്ലാതെ, ഉറപ്പില്ലാതെ, നിശ്ചയമില്ലാതെ നീ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സ്നാനപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, വർഷങ്ങളായിട്ട് ഇന്നും ഈ ദൈവത്തെക്കുറിച്ച് നിനക്ക് സംശയമാണെങ്കിൽ, ഈ വിശ്വാസത്തെക്കുറിച്ച് നിനക്ക് സംശയമാണെങ്കിൽ, ഇന്ന് കർത്താവിനോട് ചോദിക്ക്, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ കാര്യം എങ്ങനെ നടക്കും? എനിക്ക് വേണ്ടി ആര് പ്രവർത്തിക്കുമെന്ന് ഇന്ന് അവന്റെ മുഖത്ത് നോക്കി ചോദിക്ക്. മറുപടി പ്രാപിച്ചുകൊണ്ട് മടങ്ങി പോകുവാൻ സ്വർഗം കൃപ ചെയ്യുമെന്ന് ആത്മാവിൽ ഇന്ന് പകൽ ഞാൻ ദൂത് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. വിവരണത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. എൻ്റെ കണ്ണ് ഞാൻ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുകയാണ്. വേദപുസ്തകം പരിശോധിക്കുമ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പർവ്വതങ്ങൾക്ക് പ്രത്യേകമായ ഒരു സ്ഥാനമുണ്ട്. ഹല്ലേലൂയ. മോറിയ പർവ്വതം, സീനായി പർവ്വതം, ഹല്ലേലൂയ, അതുപോലെ താബോർ മല, ഒലിവ് മല, സിയോൻ പർവ്വതം, ഇങ്ങനെ ഒരുപാട് പർവ്വതങ്ങളെ കുറിച്ച് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അബ്രഹാം യാഗം കഴിച്ചത് പർവ്വതത്തിൽ, മോശ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചത് പർവ്വതത്തിൽ, യേശു സ്വർഗാരോഹണം ചെയ്തത് പർവ്വതത്തിൽ, ഒക്കെ ഇങ്ങനെ പർവ്വതങ്ങളെ കുറിച്ച് മറുരൂപ മല, ഹല്ലേലൂയ എന്നൊക്കെ പറയുന്ന ഒരുപാട് പർവ്വതങ്ങളെ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. അത് അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും പർവ്വതങ്ങളാ. മോശ ദൈവത്തെ കണ്ടതും, മോശ അനുഗ്രഹം പ്രാപിച്ചതും, മോശ ദൈവാലോചന ഏറ്റെടുത്തതും ഒരു പർവ്വതത്തിലാണ്. ഹല്ലേലൂയ. അങ്ങനെ പർവ്വതങ്ങൾ അനുഗ്രഹത്തിന്റെ പർവ്വതങ്ങളായിരിക്കുമ്പോൾ തന്നെ പ്രതിബന്ധങ്ങളുടെ പർവ്വതങ്ങളുമുണ്ട്. സ്തോത്രം. ബിലയാം ഇസ്രായേൽ ജനത്തെ ശപിക്കുവാൻ തെരഞ്ഞെടുത്ത 7 മലകൾ. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് സക്കറിയാവിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, 4:7, സെരുബാബേലിന്റെ മുൻപിലുള്ള മഹാപർവ്വതമേ നീ സമഭൂമിയായി തീരും. സ്തോത്രം. യെശയ്യാവ് 41 നമ്മൾ വായിക്കുമ്പോൾ, പുഴുവായ യാക്കോബേ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ മൂർച്ചയുള്ളതും പല്ലുള്ളതുമായ മെതിവണ്ടിയാക്കി മാറ്റും, നീ പർവ്വതങ്ങളെ പൊടിച്ച് തവിട് പൊടിയാക്കും. അവൾ പർവ്വതങ്ങൾ പ്രതിബന്ധങ്ങളുടെ, അവിശ്വാസത്തിന്റെ, എതിർപ്പിന്റെ പർവ്വതങ്ങൾ പൊടിച്ച് നിരപ്പാക്കുന്ന പർവ്വതങ്ങൾ, അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. അത് മാത്രമല്ല, യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ അവിശ്വസിക്കാതെ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി
കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. അത് ഇന്ന് സംഭവിക്കണം. സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിന്റെ മുൻപിൽ നിങ്ങളുടെ നന്മയുടെ വഴിയെ മുന്നോട്ട് വിടുകയില്ലെന്ന്, ഭാവി ഉയർത്തുകയില്ലെന്ന്, തലമുറയുടെ വിഷയത്തിൽ ഒരു നന്മ കാണുകയില്ലെന്ന്, ചില പർവ്വത സമാനമായ പ്രശ്നങ്ങൾ മുൻപിൽ നിൽക്കുമ്പോൾ സെരുബ്ബാബേലിനോട് പറഞ്ഞതുപോലെ നിന്റെ മുൻപിലുള്ള മഹാപർവ്വതം ആര്? അത് സമഭൂമിയായി തീരും. അത് സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, എൻ്റെ ആത്മാവിനാൽ അത്രേ. പണമുണ്ടായിരിക്കും, ആരോഗ്യമുണ്ടായിരിക്കും, ആൾബലമുണ്ടായിരിക്കും, പക്ഷേ ഈ പർവ്വതം തവിടുപൊടിയാകുന്നത് ബുൾഡോസർ വെച്ചല്ല. ഈ പർവ്വതം തവിടുപൊടിയാകുന്നത് JCB കൊണ്ടല്ല. ഈ പർവ്വതം തവിടുപൊടിയാകുന്നത് എൻ്റെ ആത്മാവിനാൽ അത്രേ. ആത്മശക്തി ഇന്ന് പകൽ ഏറ്റെടുക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ നിറവ് ദൈവജനം ഏറ്റെടുക്കുന്നെങ്കിൽ, പർവ്വത സമാനമായ ചില വിഷയങ്ങൾ ഇന്ന് പകലിൽ തവിട് പൊടിയായി മാറുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് ആത്മാവിൽ വിശ്വസിക്കുന്ന ദൈവജനം ആ കരങ്ങളടിച്ച് അല്പസമയം നന്ദിയോടെ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യട്ടെ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ജയമെടുക്കുകയോ. Right now in the name of Jesus. ഈ പർവ്വതം, അപ്പൊ പർവ്വതം മനുഷ്യരുടെ മനസ്സിനകത്തങ്ങ് കേറിപ്പോയി. പർവ്വതത്തിലേക്ക് പോകുക, പർവ്വതത്തിലേക്ക് നോക്കുക. പക്ഷെ ഇവിടെ സങ്കീർത്തനക്കാരൻ മറുപടി കൊടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എങ്കിലും എൻ്റെ സഹായം വരുന്നത് പർവ്വതത്തിൽ നിന്നല്ല. എൻ്റെ സഹായം വരുന്നത് ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്നാണ്. ദൂത് ഞാൻ വിളിച്ചു പറയട്ടെ, ചില പർവ്വതമായ ചില വീടുകൾ, ചില നന്മകൾ, വാഹനങ്ങൾ, ജോലികൾ, തലമുറകൾ നിന്റെ മുൻപിൽ നിന്നിട്ട് സൃഷ്ടിച്ച കർത്താവിനെ, തന്ന കർത്താവിനെ, ആദരിച്ച കർത്താവിനെ, ഉയർത്തിയ കർത്താവിനെ, മാനിച്ച കർത്താവിനെ മറന്നിട്ട് പർവ്വതത്തിലേക്ക് നോക്കിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൂത് ഞാൻ വിളിച്ചു പറയുക, തവിട് പൊടിയാക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. നിന്റെ നന്മ സ്ഥിരമായിട്ട് നീ അനുഭവിക്കണമെങ്കിൽ തന്നവന്റെ മുഖത്തേക്ക് നോക്കാൻ ആത്മാവിൽ ദൂത് വിളിച്ചു പറയുക. ശമരിയാക്കാരത്തി സ്ത്രീ വന്ന് യേശുവിനോട് പറഞ്ഞു, ഞങ്ങൾ ഈ മലയിലാണ് ആരാധിക്കുന്നത്, നിങ്ങൾ യെരുശലേമിലാണ് ആരാധിക്കുന്നതെന്ന് പറയുന്നു. സ്തോത്രം. യേശു പറഞ്ഞു, സ്തോത്രം, ആ മലയിലുമല്ല, ഈ മലയിലുമല്ല. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക ഇപ്പോൾ വന്നിരിക്കുന്നു. സ്തോത്രം. വരുന്നു, ഇപ്പോൾ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പകലിൽ സത്യ നമസ്കാരികൾ ആലയത്തിന്റെ വലിപ്പത്തിലല്ല, വീടിന്റെ വലിപ്പത്തിലല്ല, വിദ്യാഭ്യാസത്തിന്റെ പേരിന്റെ അറ്റത്തിരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരത്തിന്റെ ബലത്തിലല്ല, ആരോഗ്യത്തിന്റെ ബലത്തിലല്ല, പരിശുദ്ധാത്മാവിൽ സത്യത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരഭിഷേകത്തിന്റെ ആരാധന എന്ന് സഭയ്ക്കകത്ത് വെളിപ്പെടുന്നുവോ അന്ന് ദൈവ പ്രവൃത്തി വെളിപ്പെടുമെന്ന് ആത്മാവിൽ ദൂതറിയിക്കുകയോ. Praise God, Jesus. Hallelujah. Glory to God, Jesus. ചുരുങ്ങിയ നിമിഷം കൊണ്ട് ഞാൻ എൻ്റെ ദൂത് ആലോചന ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. 2 മലകളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലെ അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിക്കുവാനായി കൂട്ടിക്കൊണ്ടുപോയ മോറിയ മല. സ്തോത്രം. ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചതും അബ്രഹാം കടന്നുപോയതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. സ്തോത്രം.
അബ്രഹാം അതികാലയിലെ എഴുന്നേറ്റു, വേലക്കാരെയും കഴുതയെയും വിറകും തീയും കത്തിയും എടുത്തുകൊണ്ട് തൻ്റെ ഏക സുതനായ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് ദൂരം 3 ദിവസത്തെ യാത്ര ചെയ്തു. 3-ാം ദിവസം അവൻ ആ സ്പോട്ട് കണ്ടു, അവൻ ആ സ്ഥലം കണ്ടു, ആ മോറിയ ദേശം കണ്ടു. സ്തോത്രം. എന്നിട്ട് വേലക്കാരെയും കഴുതകളെയും മലയുടെ അടിവാരത്തിൽ നിർത്തിയിട്ട് മകനുമായി വിറകും തീയും കത്തിയുമായി മലയുടെ മുകളിലേക്ക് കയറുമ്പോൾ ഇസഹാക്ക് അപ്പനോട് ചോദിക്കുന്നുണ്ട്, അപ്പാ വിറകുണ്ട്, തീയുണ്ട്, യാഗം കഴിക്കുവാനുള്ള മൃഗം, ബലിമൃഗം എങ്കേ എന്ന് കേൾക്കുന്ന ഒരു കേൾവിക്ക് മുൻപാകെ ആമേൻ അബ്രഹാം ചൊല്ലുകിற കാര്യം ഒന്നുതാൻ, കർത്തർ പാർത്തുകൊള്ളുവാർ, കർത്തർ പാർത്തുകൊള്ളുവാർ. അവിടെ യഹോവ ഈരേ എന്ന് അവനോട് പറയുകയാണ്. ഹല്ലേലൂയ. മോറിയ മലയുടെ മുകളിൽ ചെന്ന് ബലിപീഠം ഉണ്ടാക്കി ഇസഹാക്കിനെ ബലിപീഠത്തിൽ കിടത്തിയിട്ട് ദൈവത്തിലുള്ള ആഴമായ വിശ്വാസത്താൽ കത്തിയെടുത്ത് ആമേൻ ഇസഹാക്കിനെ വെട്ടുവാൻ ഓങ്ങുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി, അബ്രഹാമേ, അബ്രഹാമേ, ബാലന്റെ മേൽ കൈവെക്കരുത്, കൈ പോടാതെ എന്ന് ചൊല്ലി ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ആട്ടുകൊറ്റൻ കൊമ്പുകൾ കാട്ടിൽ കുരുങ്ങിക്കിടക്കുന്ന കാഴ്ച അബ്രഹാം കാണുകയാണ്. കരുതുന്ന ദൈവത്തെ അബ്രഹാം തന്റെ കണ്ണുകൾ കൊണ്ട് കാണുകയായിരുന്നു. ചോദ്യം, എവിടെ ബലിമൃഗം, എവിടെ നിന്ന് സഹായം ഉണ്ടാകും? ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അപ്പൻ പറയുക, യഹോവ നോക്കിക്കൊള്ളും. ഹല്ലേലൂയ. യഹോവ ഈരേ, കർത്താവ് നോക്കിക്കൊള്ളും. ഇന്ന് പകൽ തലമുറയെ നോക്കിക്കൊണ്ട് പറയാൻ ധൈര്യമുള്ള എത്ര മാതാപിതാക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. മകനെ, നിന്റെ പഠനം പൂർത്തിയാകത്തില്ലെന്ന്, നല്ല ജോലി നിനക്ക് ലഭിക്കത്തില്ലെന്ന്, നല്ല വിവാഹം നിനക്ക് നടക്കത്തില്ലെന്ന്, നീ ശുഭമാകത്തില്ലെന്ന് ലോകം വിധി എഴുതുമ്പോൾ, ഇല്ല, ഞാൻ സേവിക്കുന്ന, എന്നെ വിളിച്ചിറക്കിയ, വെളിച്ചം തന്ന എന്റെ കർത്താവ് അവൻ നോക്കിക്കൊള്ളുമെന്ന് പറയാൻ ധൈര്യമുള്ള മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ, പെറ്റോറുകൾ ഉണ്ടെങ്കിൽ ഇന്ന് പകല ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, അവനെ കൊല്ലരുത്, അവനെ വിട്ടേക്ക്, അവനെ ബലി സെലുത്തിയതായി ഞാൻ അംഗീകരിച്ചിരിക്കുകയാ. ആട്ടുകൊറ്റൻ അർപ്പിക്കപ്പെട്ടു. സ്തോത്രം. രണ്ടാമതൊരു മലയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുക, ഗദസമനയിലേക്ക്. ഒലിവ് മലയുടെ ആ സൈഡിലുള്ള ഗദസമന തോട്ടത്തിൽ ഒടുവിലത്തെ പ്രാർത്ഥന യേശു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യേശു പിതാവിനോട് പറയുകയാണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകുവാൻ കൃപ ചെയ്യണം. സ്തോത്രം. എങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് സമർപ്പിക്കുന്ന ഒരു മലയുടെ ഉയരം നാം അവിടെ കാണുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നോക്കുക, അബ്രഹാമിന്റെ മകനെ കൊല്ലാൻ നേരം കൊല്ലരുതെന്ന് പറഞ്ഞ പിതാവ്, സ്തോത്രം, സ്വന്തം മകൻ ആമേൻ കയ്പ് നിറഞ്ഞ മുഴു മാനവജാതിയുടെയും പാപത്തിന്റെ ചഷകം നിറഞ്ഞ ആ പാനപാത്രം കുടിക്കുവാൻ തുടങ്ങുമ്പോൾ കണ്ണടച്ചു കളഞ്ഞു. ഇന്ന് പകൽ നമ്മുടെ മുൻപിലുള്ളൊരു മാതൃക ഇതാ. നമ്മുടെ മക്കൾക്ക് വേണ്ടി എല്ലാം മാറ്റിവെച്ച് ചെയ്തിട്ട് മറ്റുള്ള മക്കളെ നമ്മൾ മറക്കുമ്പോൾ, എൻ്റെ പൊന്നു തമ്പുരാൻ സ്വന്തം മകനെ മറന്നിട്ട് നമ്മെ ഓർത്തവനാ. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോ വിശ്വാസിയും, ഞാൻ ഉൾപ്പെടെയുള്ള ദൈവദാസന്മാരും അറിയേണ്ടുന്ന ഒരു കാര്യമാണ്, എൻ്റെ മക്കൾ ഒന്നുമായില്ലെങ്കിലും ചിലരുടെ മക്കളെങ്കിലും ചിലതാകാൻ ഇന്ന് പകലിൽ മനസ്സിനകത്തൊരാഗ്രഹമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, പാപികൾ മാനസാന്തരപ്പെടാൻ പോകുക, രോഗികൾ സൗഖ്യമാകുവാൻ പോകുക, അത്ഭുതങ്ങൾ നടക്കുവാൻ പോകുക, മനസ്സിന് മാറ്റമുണ്ടാകട്ടെ. ഗദസമന തോട്ടത്തിൽ നിന്ന് കാൽവറിയിലേക്ക് കടന്നു വരുമ്പോൾ ഇതാ ഒരു പച്ച മരക്കുരിശും ചുമന്നുകൊണ്ട് യേശു ഗോൽഗോഥായുടെ മുകളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരൊറ്റ ശിഷ്യനില്ല, വീട്ടുകാരില്ല, നാട്ടുകാരില്ല. കുറേനക്കാരനായ ശീമോൻ എന്ന് പറയുന്ന ഒരുവൻ മാത്രം ആ കുരിശൊന്ന് താങ്ങിക്കൊടുത്തുകൊണ്ട് വീണും എഴുന്നേറ്റും കാൽവറിയുടെ കൊലക്കളത്തിലേക്ക് എൻ്റെ കർത്താവ് നടന്നു കയറുകയാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത്
ഇവരെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് മുഴു ലോകത്തിന്റെയും പാപത്തിന്റെ ഭാരത്തെ ചുമലിൽ ഏറ്റെടുത്തുകൊണ്ട് ഹല്ലേലൂയ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതുണ്ട്, ഏലി ഏലി ലമ്മാ സബക്താനി എന്ന് ഉറക്ക നിലവിളിച്ച പ്രാണനെ വിട്ടുകളഞ്ഞപ്പോൾ പിതാവ് മുഖം മറച്ചു കളഞ്ഞു. പക്ഷേ കൈവിട്ടില്ല. മൂന്നാമത്തെ ദിവസം കല്ലറകളെ ഭേദിച്ചുകൊണ്ട്, ആമേൻ, റോമൻ ഇമ്പീരിയൽ മുദ്രയെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് കാവൽക്കാരായ പടയാളികൾ ഭയന്ന് വിറയ്ക്കത്തക്ക നിലയിൽ സ്വർഗത്തിലെ ദൂതനിറങ്ങി ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി കൊണ്ട് ഉയർത്തെഴുന്നേൽക്കുവാൻ സ്വർഗം കൃപ ചെയ്തു. ഹല്ലേലൂയ. എന്നിട്ട് ഒരു കാര്യം, പർവ്വതത്തിലേക്ക് നോക്കുകയാ. എന്താ പർവ്വതത്തിൽ? പർവ്വതത്തിൽ വേറൊന്നും കാണാനില്ല. കഴിഞ്ഞ നാളുകൾ വരെ ആലയം നിന്ന പർവ്വതം, ആരാധന നടന്ന പർവ്വതം, കയറിപ്പോയ പർവ്വതം, തീർത്ഥാടനം നടത്തിയ പർവ്വതം, സകല പർവ്വതത്തിന്റെയും ഹല്ലേലൂയ ആ ഇമ്പോർട്ടൻസിനെ നീക്കിക്കളഞ്ഞുകൊണ്ട് ഇതാ രണ്ട് കള്ളന്മാരുടെ നടുവിൽ മൂന്നാണികളിൽ മേൽ തൂങ്ങപ്പെട്ടുകൊണ്ട് യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി കുരിശിൽ മരിക്കുകയാണ്. എനിക്ക് വേണ്ടി ഇന്ന് നല്ല വെള്ള ഡ്രസ് ഇട്ടുകൊണ്ട് ആരോഗ്യത്തോടെ ഇവിടെ ഇരുന്ന് സ്തോത്രം പറയുമ്പോൾ എന്റെ പാപത്തിന്റെ വില കൊടുക്കുവാൻ, എന്റെ പാപത്തിന്റെ ഭാരത്തെ ചുമക്കുവാൻ ആ പർവ്വതത്തിന്റെ മുകളിൽ, മലയുടെ മുകളിൽ യേശു ക്രിസ്തു മരിച്ച് തന്റെ ജീവനെ നമുക്ക് വേണ്ടി തരികയാ. എത്ര പേര് ഇന്ന് പകൽ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? യേശുവേ, ഇന്ന് ഞാൻ ആരോഗ്യത്തോടെ വന്നത്, എന്റെ വാഹനം ഓടി വന്നത്, ഈ ആലയത്തിൽ വന്നിരിക്കുന്നത് എനിക്ക് വേണ്ടി നാണം കെട്ട് രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ ആക്ഷേപിക്കപ്പെട്ട് കുരിശു ചുമന്ന് രണ്ട് കള്ളന്മാരുടെ നടുവിൽ മരിച്ചടക്കപ്പെട്ടതാണ് ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നതിന് കാരണമെന്ന് ആത്മാവിൽ ആരെങ്കിലും അല്ലെങ്കിൽ വിശ്വസിക്കുന്നെങ്കിൽ ഒരുമിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യട്ടെ. ആത്മശക്തിയുടെ വ്യാപാരം, പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം, അന്യ ഭാഷകളിൽ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഇന്ന് മുതൽ ദൈവജനത്തിന്റെ മേൽ വ്യാപരിക്കുകയോ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആലയത്തിൻ്റെയും പർവ്വതത്തിൻ്റെയും ഉന്നതത്തിൻ്റെയും പ്രാധാന്യത്തെ തകർത്ത് കളഞ്ഞുകൊണ്ട് തൻ്റെ ദേഹമെന്ന തിരശീല രണ്ടായി ചിന്തി ആമേൻ ആലയത്തിലേക്കുള്ള കൃപാസനത്തിലേക്കുള്ള വഴി എൻ്റെ കർത്താവ് തുറന്നു തന്നു. ഇന്ന് സ്ഥലത്തിന് പ്രാധാന്യമില്ല, പർവ്വതത്തിന് പ്രാധാന്യമില്ല, ഇടത്തിന് പ്രാധാന്യമില്ല. മരത്തിൻ്റെ ചുവട്ടിലായാലും ആത്മാവിൽ ആരാധിക്കുന്ന ദൈവജനത്തിന് ഒരുമിച്ച് ആരാധിക്കുവാൻ ദൈവം കൃപ നൽകിയത് കൊണ്ട് ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഒടുവിലായി എൻ്റെ കർത്താവ് തൻ്റെ വിശുദ്ധന്മാരുമായി അവൻ കയറിപ്പോയ ഒലിവുമലയുണ്ടല്ലോ, ഒലിവുമലയിൽ തൻ്റെ പാദം ചവിട്ടുമ്പോൾ ഒലിവുമല രണ്ടായി പിളർന്ന് ഒരു സമഭൂമിയായി തീരും. ഹല്ലേലൂയ. ഇന്ന് പകലിൽ നിന്റെ മുൻപിൽ നിൽക്കുന്ന സകല പ്രതിബന്ധങ്ങളെയും തകർത്തു മാറ്റുവാൻ ശക്തിയുള്ളൊരു ദൈവം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ആത്മാർത്ഥമായി ആ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യട്ടെ. എല്ലാ കണ്ണുകളും അടയട്ടെ. എൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുകയാണ്. ഒരു നിമിഷം കൂടെ ആ കണ്ണുകളൊന്ന് അടച്ച് ഒരു ധ്യാനം ഹല്ലേലൂയ ദൈവത്തിന്റെ ചെയ്യുമെങ്കിൽ ഹല്ലേലൂയ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ടെ, ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഈ ദൂതിനെ ഒന്ന് ഏറ്റെടുത്ത് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ വചനത്തെ ഒന്ന് ഏറ്റെടുത്ത് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇത്രമാ സ്നേഹം ഉയിർ കൊടുത്തെനിക്കായി, ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കായി, മന്നവ വന്നിപ്പാൻ എഴുതല്ല എനിക്ക്, മന്നവ വന്നിപ്പാൻ എഴുതല്ല എനിക്ക്, തേടി വന്നോ ദോഷിയാമെന്നെയും എന്നെയും നാഥ, തേടി വന്നോ ദോഷിയ എന്നെയും എന്നെയും നാഥ. നല്ല കർത്താവേ, കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി നന്ദി പറയുന്നു. അടിയനെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കും, തുടർന്ന് നടത്തും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സമയം അനുവദിച്ച പ്രിയപ്പെട്ടവർക്ക് നന്ദി പറയുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.